വെക്കുക, എന്നിട്ട് അത് കഴുകുക. ഒരു പാത്രമൊക്കെ കഴുകും, ഒരൊറ്റ പ്ലേറ്റ് കഴുകുമ്പോഴത്തിന് ഒരു കുടുംബത്തിന് മുഴുവൻ കുളിക്കാനുള്ള വെള്ളം എടുക്കും ഇല്ലേ? ഒരു പ്ലേറ്റ് കഴുകുമ്പോഴത്തിന് ഇല്ലേ? അങ്ങനെ തന്നെ അല്ലേ ചെയ്യുക? അത് പരമാവധി പോയിച്ചിട്ട് തുറന്നു വിടുക ചെയ്യുക അല്ലെ? അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ടാണ് അത് കഴുകുക. ഒരു പാത്രം കഴുകുമ്പോഴത്തിന് ഒരു 8-10 ആളുകളുള്ള ഒരു വീട്ടിലെ പാത്രം കഴുകുമ്പോഴത്തിന് എത്ര വെള്ളം! നേരെ മറിച്ച് ഈ ആധുനിക ടെക്നോളജി ഉപയോഗിക്കാത്ത കാലത്ത് ഇതിനൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? വെള്ളം സൂക്ഷിച്ചെടുക്കുക നമ്മാര് നല്ലോണം പറയും. എന്തുകൊണ്ട്? മുക്കിയെടുക്കണം. വെള്ളം അവിടുന്ന് മുക്കി കൊണ്ട് തായനോട് മുക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് നിനക്ക് അറിയില്ല എന്നാ പറയാ. ഇന്നിപ്പോ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാകെ കറണ്ട് ബില്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. അതാകട്ടെ കുഴലടി കൂടെ പൈസ വരുന്നോണ്ട് ബേജാറില്ല. അല്ല, കറണ്ട് ബില്ല് ഓരോ സെക്കൻഡ് ഇങ്ങനെ മോട്ടർ ഇടുന്ന പ്രശ്നത്തിലുള്ള കറണ്ട് ബില്ലേ ഉള്ളൂ. കറണ്ട് ബില്ല് നമുക്ക് പേടിയില്ല. എന്തുകൊണ്ട്? ഇനി കറണ്ട് ഇല്ലെങ്കിൽ തന്നെ എല്ലാ വീട്ടിലും അഡീഷണൽ എന്തുണ്ട്? വേറെ പിന്നെ പമ്പ് വെച്ചിട്ടില്ലേ? എവിടെ അല്ലാത്തത്? എല്ലാ വീട്ടിലും പമ്പും പൈപ്പും സൗകര്യം വേറെയുണ്ട്. ഏതായാലും നമുക്ക് കുശാലും ഒരു ബേജാറുമില്ല. ഈ സ്വിച്ചിൽ കറണ്ട് ഇല്ലെങ്കിൽ മറ്റേ സ്വിച്ച് ഓഫാക്കി ശരിയാക്കുന്നു മാത്രം. എന്നാലും നമുക്ക് ബേജാറൊന്നുമില്ല. അവിടെ കൃത്യം കയ്യിൽ നടക്കും. ഇത് തന്നെ അനാവശ്യമായി വെള്ളത്തിൽ തൊട്ടുപോകരുത്, അത് ഭൂമിയുടെ രക്തമാകുന്നു ഹബീബായ നബി പഠിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ വിഷയമാണ്. അപ്പൊ ഈ വിഷയം ലോകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ലോകത്തിന് പഠിപ്പിക്കേണ്ടതും മുസ്ലിമീങ്ങളാണ്. പക്ഷെ തീരെ ബോധമില്ലാതായാലും ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങളാണ്. നല്ലോണം നമ്മളെല്ലാവരും ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇത് ഭൂമിയിൽ രക്തമാണ്. ഇത് ഈ നിലക്കത് പോയാൽ അടുത്ത തലമുറക്ക് ഇത് ഭൂമിയിൽ ബാക്കി വെക്കണ്ടാവില്ല എന്ന്. അങ്ങനെയാണ് അതേപോലെ തന്നെ വലിയ വിഷയമായ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ സ്ഥലത്ത് ഒരു കിണർ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്ന് നോക്കൂ നിങ്ങൾ, 5 സെന്റിൽ കിണറാണ്. ഓരോ അല്ലേ 5 സെന്റിലെ കിണറാണ്. നിങ്ങൾ ചിന്തിക്കുക. ഭൂഗർഭജലം കാര്യമായുള്ളത് ഭൂഗർഭജല, അത് വലിച്ചെടുത്ത് ഊറ്റി തീർക്കാം, എന്നിട്ട് അത് മലിനമാക്കി കളയാം. ഈ വിഷയത്തിലൊക്കെ താത്വികമായ പഠനത്തോട് ആധുനിക ശാസ്ത്രചിന്തകന്മാരോട് യോജിച്ച് സഹകരിച്ചതിന് തീരുമാനമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊന്നും ഞങ്ങൾ അറിയില്ല എന്ന് പറയാൻ പറ്റൂല. പരിസ്ഥിതിവാദികളിൽ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ പരിസ്ഥിതിവാദികൾ നമ്മളാണ്. എന്തുകൊണ്ട്? നമ്മളെ പഠിച്ചോണ്ട് തന്നെ ഇതെല്ലാം അല്ലാഹുവിന്റെ നമ്മൾ നാശാക്കാൻ പാടില്ല. ഇത് പാടില്ല എന്ന് മുസ്തഫ നബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി തന്നെ അങ്ങനെ എഴുതി വെക്കുകയല്ല. അത് ഹബീബായ നബിയുടെ രീതിയായിരുന്നു. അതുകൊണ്ട് ചുരുക്കത്തില് വെള്ളത്തിന്റെ ഇന്നത്തെ ഈ നിലവാരത്തെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ ലോകത്തിന് ഇനി വല്ലാതെ മുന്നോട്ട് കഴിയില്ല. 21-ാം നൂറ്റാണ്ടിൽ യുദ്ധമുണ്ടാവും, വെള്ളത്തിന് വേണ്ടി യുദ്ധമുണ്ടാകും എന്ന് അല്ല, സ്വർണത്തിന്റെ ജിറാബ് കൊണ്ട് ആളുകൾ നടക്കും, എന്നിട്ട് വെള്ളം കിട്ടാതെ മടങ്ങി വരും എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ശുദ്ധമായ വെള്ളത്തെ ആർക്കാണ് മനുഷ്യരെ അള്ളാഹു പിൻവലിച്ചാൽ മടക്കി കൊണ്ടുവരാൻ കഴിയുക എന്ന ചോദ്യം വീണ്ടും ആ സൂറത്തു ശാഫിഅത്തിന്റെ 30-ാമത്തെ ആയത്തിൽ വീണ്ടും ഞാൻ ഈ വിഷയത്തിൽ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇത് ചിന്തിക്കണം. പഴയ കാലത്തെ ഉസ്താദ്മാർ പറയാറുണ്ട്, ഈ ആയത്തിനൊക്കെ ചിലപ്പോൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വരും ഓരോ കാലത്തും. ഇത് അന്ത്യനാൾ വരെയുള്ള ആയത്താണ്. ഓരോ കാലത്ത് ആ ആയത്തിന്റെ ശൈലി അങ്ങോട്ട് വികസിക്കും. അതിനൊരുപാട് ആ രൂപത്തിലാണ് ആയത്തിനൊക്കെ അള്ളാഹു തആല ഘടിപ്പിച്ച ഘടന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. സൂറത്ത് റൂമിന്റെ 41-ാമത്തെ വചനം. ഓരോ കാലഘട്ടത്തിലും കടലും കരയും ഇതാ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു. അല്ലാഹു നാശമാക്കിയതല്ല. ബിമാ കസബത് അയ്ദിൻ നാസ്. ഇത് നമ്മള് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിന്റെ വാതിൽ കരയും കടലും മനുഷ്യൻ നാശാക്കി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ നാശാക്കിയിട്ടില്ല. ആര് നാശാക്കി? സൂറത്ത് റൂം 41-ാമത്തെ വചനം. അല്ലാഹു പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദിൻ നാസ്. കരയും കടലും മനുഷ്യൻ നാശാക്കി എന്ന്. അതോരോ ദിവസവും മനുഷ്യൻ നാശാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഈ നിലക്ക് പോയാലും ഇവിടെ ജീവന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. എന്റെ വിഷയം? ഒന്ന്,
വെള്ളമില്ലാതെ ജീവനില്ല. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ. ഏതൊരു ജീവിയെയും ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നാ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ വീണ്ടുണ്ടായത് വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ അർബഅ വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബഅ. സൂറത്തുൻ നൂർ. ഏതൊരു ജീവിയായും അത് 4 കാലുള്ള ജീവിയായാലും 8 കാലുള്ള ജീവിയായാലും 2 കാലില്ലാത്ത ജീവിയായാലും ഇനി കാലില്ലാത്ത ജീവിയായാലും അല്ലാഹു തആല വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഏത് ജീവിയെയും അല്ലാഹു തആല പടച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്ന്. ഇനി ഭൂമി പടച്ചതല്ലല്ലോ ആദം നബിയെ അലൈഹിസ്സലാം, എന്നാലും പടച്ചത് വെള്ളത്തിലാണ്. കാന ആദമ ബൈനൽ മാഇ വത്വീൻ എന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നബി എങ്കിൽ നബിയായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കാന ആദമു ബൈനൽ മായി വത്വീൻ. ഭൂമി പടച്ചതല്ല ആദം നബിയെ, പക്ഷെ എന്തുണ്ട്? വെള്ളമുണ്ട്. എന്നാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ നബിയായതെന്ന് മുസ്തഫ നബിയോട് ചോദിക്കവേ ഹബീബായ നബി പറഞ്ഞത് കാന ആദമു ബൈനൽ മായി വത്വീൻ. വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിൽ ആദം കടന്നപ്പോഴും ഞാൻ നബിയായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കരയും കടലും നാമവശേഷമാകുന്ന വിഷയം നമ്മൾ ലേശൊന്ന് പഠിക്കൽ നല്ലതാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ മറ്റു ചെടികൾ, വൃക്ഷങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തൽ ആവശ്യം. ഇത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള സാധനമാണ്. ഇത് ജന്നത്താണ്, ഇത് സ്വർഗ്ഗാണ്. ഇത് അനുഭവിക്കാൻ വേണ്ടി തന്നെ. ഇത് നമ്മുടെ നരകമാകാൻ പാടില്ല. ഫലിയൻളുരിൽ ഇൻസാനു ഇലാ ത്വാമിഹി أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മനോഹരമായ വെള്ളമിറക്കിയത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയെ അല്ലാഹു തആല ഫലഭൂയിഷ്ടമാക്കിയത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതിൽ വൃക്ഷങ്ങൾ ഉണ്ടാക്കിയത്. മതഅല്ലക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. വലിയ അൻആമിക്കും ഈ ലോകത്തുള്ള മൃഗങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നതാണ്. അത് കരയും കടലും നാശമായാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിക്കാം. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചൂട് ലോകത്ത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് വെള്ളത്തെയും നിലവിലുള്ള ഭാവിയെയും രീതിയെയും ഒക്കെ വളരെ പേടിക്കേണ്ട വിഷയത്തിലേക്ക് ലോകം നീങ്ങുക. ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരളവോളം മനുഷ്യർക്ക് കഴിയും. പക്ഷേ വലിയ നാശത്തിലേക്ക് ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ ഗ്ലോബൽ വാർമിംഗ് എന്നത് സത്യത്തിൽ ഇന്ന് വലിയൊരു വിഷയമാണ്. ആ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹറി എന്ന ആയത്ത് ഇന്ന് ഗ്ലോബൽ വാർമിങ്ങുമായി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ആയത്താണ്. വിദ്യാർത്ഥികൾ, പണ്ഡിത വിദ്യാർത്ഥികൾ, ഭൗതിക സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത് ഗൗരവമായ ഒരു പഠനം നടത്തൽ ആവശ്യമാണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന വലിയ പ്രശ്നമാണ്, അല്ല മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോക്കൂ നിങ്ങൾ സത്യത്തിലെ ലോകത്തിന്റെ കാർബൺ ലോകത്തിന്റെ ജീവന്റെ നിർമ്മാണത്തിന്റെ അടിത്തറയാണ്. ലോക ജീവൻ നിർമ്മാണത്തിന്റെ അടിത്തറയാണ് സത്യത്തിൽ 4 മൂലകങ്ങൾ. അതിൽ അടിസ്ഥാന മൂലകം 4ാമത്തെ മൂലകമാണ് കാർബൺ. ഓക്സിജന്, സിലിക്കണ്, അലുമിനിയം, അതേപോലെ തന്നെ കാർബൺ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഭൂമിയിലെ ജീവനിർമ്മാണത്തിന്റെ അടിസ്ഥാനമായ 4ാമത്തെ മൂലകമാണ് സത്യത്തിൽ കാർബൺ. ഇതൊന്നുകൂടി കാസറ്റിൽ വിശദീകരിക്കും. ഇപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ട ആളുകൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ റിപ്പോർട്ട് എടുത്ത് കാണിക്കുകയാണ്. ഒന്നുകൂടി കാസറ്റ് വിശദീകരിക്കാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഗൗരവമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഭൂമിയുടെ ഈ കാർബൺ എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചമാകെ അത് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഭൂമിയാകെ, പ്രപഞ്ചമാകെ, അതിന്റെ അറ്റ്മോസ്ഫിയർ എവിടെയും കാർബൺ ഇല്ലാത്ത ഒന്നുമില്ല. കാർബൺ ഇവിടെ വളരെ പ്രധാനം. 4ാമത്തെ പ്രപഞ്ച ജീവൻ നിർമ്മാണത്തിന്റെ അടിസ്ഥാന മൂലകമായ ഈ കാർബൺ പ്രപഞ്ചത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. കാർബണിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2 എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഭീഷണമായ